Hello, Dr. Abdul Salam Omar with you. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരു സന്തോഷ വാർത്തയുണ്ട്. അതായത് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഓരോരുത്തർക്കും ഓരോ സ്കില്ലാണ്. ഒരു പ്രൊഫഷണൽ എന്ന രീതിയിൽ എൻ്റെ സ്കില്ല് ഒബ്സർവേഷൻ സ്കില്ലാണ്. അതായത് നമ്മളിങ്ങനെ രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നത് വരെ ഇങ്ങനെ ജീവിക്കുമ്പോൾ, ഓരോ സ്ഥലത്തും പോകുമ്പോൾ, ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ ജീവിതമായിട്ട് കണക്ട് ചെയ്തിട്ട് മനുഷ്യ ജീവിതത്തെ ഇമ്പ്രൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓരോ ഒബ്സർവേഷനിലൂടെ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് എൻ്റെ സ്കില്ലാണ്. അപ്പോൾ പെട്ടെന്ന് ആശയങ്ങൾ വരും. ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോഴായിരിക്കും വരിക, ചിലപ്പോൾ ഏതെങ്കിലും പ്രോഗ്രാം അറ്റൻഡ് ആയിരിക്കും വരിക. അപ്പോൾ ഈ ആശയം വന്നു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യണമെങ്കിൽ അതിന് സ്റ്റുഡിയോയിൽ എത്തണം, അതല്ലെങ്കിൽ അതിൻ്റെ ഓഫീസിലെത്തണം, ക്യാമറ കിട്ടണം, ക്യാമറമാനെ പിടിക്കണം, അതെല്ലാം കൂടിയായിട്ട് ആ ആശയം മറന്നു പോകും. അങ്ങനെയാണ് എൻ്റെ ഏറ്റവും കൂടുതൽ യൂട്യൂബ് വീഡിയോ വൈകാറ്. കാരണം അതിൻ്റെ ആ ഒരു പ്രൊഫഷണൽ ടച്ചിലേക്ക് വരാൻ ഇടങ്ങാറാവും. അപ്പം ഒരു പക്ഷേ ചിലപ്പം എനിക്ക് മൂടുണ്ടാകുമ്പോൾ ക്യാമറമാനും മൂടുണ്ടാവില്ല, ക്യാമറമാൻ എനിക്ക് മൂടുണ്ടാകുമ്പോൾ എൻ്റെ തൊണ്ടക്ക് മൂടുണ്ടാവില്ല, അങ്ങനെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ മൂക്കിന് മൂടുണ്ടാവില്ല. അങ്ങനെ ആയിട്ട് ഈ വീഡിയോ റെക്കോർഡിങ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോവും. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പണ്ട് ചെയ്തിരുന്നത്. ഇങ്ങനെ ആശയങ്ങൾ വരുമ്പോൾ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, പോഡ്കാസ്റ്റ് ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിലേക്ക് ഇങ്ങനെ ഈ ആശയം അങ്ങോട്ട് ഇടും. അതിലിപ്പോൾ ഒരു 100 ആശയം ഇട്ടാൽ അതിൽ 10 യൂട്യൂബ് വീഡിയോസായി വരാറുണ്ട്. ബാക്കി ആശയങ്ങൾ അവിടെ കിടക്കും. അപ്പോൾ പോഡ്കാസ്റ്റിലുള്ളവർക്ക് മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. പക്ഷെ അതിലൊരു ചാലഞ്ച് ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ, ഈ വാട്സപ്പ് മാറ്റുമല്ലോ നമ്മൾ, അതായത് മൊബൈൽ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ ഇങ്ങനെ മാറ്റുന്ന സമയത്ത് ഈ ഡാറ്റ ഫുള്ള് പോകും. പിന്നെ ചിലപ്പം ബാക്കപ്പ് വന്നോളന്നില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു എനിക്ക് തോന്നുന്നു ടോട്ടൽ ഒരു 200-250 ഇത്തരം വോയിസുകൾ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് ഇട്ടിട്ടുണ്ടാവും. അതൊക്കെ നഷ്ടപ്പെട്ടു, അതിൽ മിക്കതും നഷ്ടപ്പെട്ടു. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ വേണം, രണ്ടിനും സൊല്യൂഷൻ വേണം. ഒന്ന്, അപ്പാപ്പ വരുന്ന ആശയങ്ങൾ റെക്കോർഡ് ചെയ്യാൻ ഒരു സൊല്യൂഷൻ വേണം. ഞാൻ പൊതുവേ എഴുതി വെക്കുന്ന സ്വഭാവമുള്ള ആളല്ല. റെക്കോർഡ് എൻ്റെ ഒരു വേ ഓഫ് എക്സ്പ്രഷൻ സ്പീക്കിങ്ങിലൂടെയാണ്. അപ്പോൾ അത് റെക്കോർഡ് ചെയ്യണം. 1. 2, റെക്കോർഡ് ചെയ്ത സാധനം അത് നഷ്ടപ്പെടരുത്. 3, ആ സാധനം എല്ലാവർക്കും അവൈലബിൾ ആവണം. അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ എപ്പോഴും കമൻറ്റ് ഇടാറുണ്ട്, വീഡിയോ ഇടുമോ. അത് എല്ലാം കൂടി ഇങ്ങോട്ട് ഒത്തു വരുന്നില്ല എന്ന്. നമുക്ക് ഒഴിവും വേണം, ക്യാമറമാൻ ഒഴിവ് വേണം, മൂഡ് വേണം, തൊണ്ടക്ക് സൗണ്ട് വേണം. ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ ഒരാഴ്ച സൗണ്ട് ഉണ്ടാവില്ല. ആ ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ അടുത്ത ട്രാവൽ ചെയ്യാനായി. അപ്പോൾ അങ്ങനെ അതാണ് ഇത് ഇങ്ങോട്ട് ശരിയാവാത്തത്. അപ്പോൾ ഒരു സൊല്യൂഷൻ എന്നോളം നമ്മളിപ്പോൾ സ്പോട്ടിഫൈയിൽ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. പോഡ്കാസ്റ്റ് ലേസർ ഫോക്കസ് എന്നുള്ളത്. അതായത് നമ്മൾ ജീവിതത്തിൽ എന്തിലാണോ നേടാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ലേസർ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ജീവിത വിജയം നേടിയെടുക്കുക എന്നുള്ളതാണ് കൺസെപ്റ്റ്. അപ്പോൾ ആ ലേസർ ഫോക്കസ് എന്ന് പറയുന്നത് നമ്മുടെ പോഡ്കാസ്റ്റിൽ സ്പോട്ടിഫൈയിൽ പോയി കഴിഞ്ഞാൽ താഴെ ലിങ്ക് ഇടാം. അതിൽ നമ്മുടെ അന്നാന്ന് വരുന്ന ചിന്തകൾ നമ്മുടെ ടീം ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. വളരെ റോ വീഡിയോ ആയിരിക്കും. ഒരു ഓത്തൻറ്റിക് ടോക്ക് അല്ലെങ്കിൽ ഓത്തൻറ്റിക്കലി റെക്കോർഡഡ് സാധനമായിരിക്കില്ല. യാത്ര ചെയ്യുമ്പോഴോ മൈക്കൊന്നും ഇല്ലാതെ റോ ആയിട്ട് റെക്കോർഡ് ചെയ്ത സാധനങ്ങളായിരിക്കും. പക്ഷേ ആശയങ്ങൾ ഇങ്ങനെ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കും. അതിന് 2 ഉപകാരങ്ങളുള്ളത്. 1, എൻ്റെ ചിന്തകൾ നഷ്ടപ്പെടില്ല. 2, അത് നഷ്ടപ്പെടാതെ അവിടെ ഉണ്ടാവും റെക്കോർഡ് ചെയ്ത സാധനം. 3, എല്ലാവർക്കും എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഇനി ഈ പോഡ്കാസ്റ്റ് കൊണ്ടുള്ള ഒരു ഉപകാരം ഞാൻ പറഞ്ഞുതരാം. ഇതിൽ സൗണ്ട് മാത്രമാണല്ലോ കേൾക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ കാണുമ്പോൾ കിട്ടുന്ന ഒരു കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ ടെക്സ്റ്റ് നോക്കും, ആളുടെ മുഖം നോക്കും. ചില ആളുകൾ ഇപ്പം എൻ്റെ വീഡിയോ കാണുമ്പോൾ എൻ്റെ കണ്ണെന്നെ നോക്കിയിരിക്കും, ഇയാൾ കണ്ടെന്ന് അങ്ങനെ തുറച്ച് നോക്കണം. ചില ആൾക്കാർ നമ്മളെ മുഖം നോക്കിയിരിക്കും, ചില ആളുകൾ ബോഡി ലാംഗ്വേജ് നോക്കിയിരിക്കും, ചില ആളുകൾ നമ്മളെ തമാശ നോക്കിയിരിക്കും, ചില ആളുകൾ ബാക്കിൽ എൻ്റെ വാച്ച് നോക്കിയിരിക്കും, ചില ആളുകൾ ബാക്കിൽ വെച്ച ഫ്ലവർ നോക്കിയിരിക്കും. അപ്പോൾ അവിടെ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട് ഈ ഒരു വീഡിയോയിൽ. പലരും പലതൊക്കെ കാണാം. ആക്ച്വലി പറയുന്ന ആശയത്തോട് നീതി പുലർത്താൻ ചിലപ്പം വ്യൂവേഴ്സിന് പറ്റൂല. ഈ വോയിസ് ഓൺലിക്കുള്ള പ്രത്യേകത, ലോകത്ത് ഏറ്റവും കോൺസെൻട്രേഷൻ കിട്ടുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ വോയിസ് ഓൺലിയാണ്. കാരണം വോയിസ് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ആ സാഹചര്യത്തെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. കാരണം ആ ക്യാരക്ടറിനെ നമ്മളാണല്ലോ വിഷ്വലൈസ് ചെയ്ത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിനിലേക്ക് വളരെ ഡീപ്പറായിട്ട് തുളച്ചു കയറാനുള്ള കഴിവ് വോയിസുകൾക്കുണ്ട്. കാരണം പവർ ഓഫ് ആ ഒരു ഇമാജിനേഷൻ സ്കിൽ അവിടെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഇമ്പാക്റ്റ് വീഡിയോക്കാൾ കൂടുതലായിരിക്കും വോയിസിന്. മറ്റൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡ്രൈവൊക്കെ ചെയ്യുന്ന സമയത്ത് വെറുതെ ഒരു ദിവസം എങ്ങനെയാലും ഒരാൾ 2 മണിക്കൂർ ഡ്രൈവ് ചെയ്യുന്നുണ്ടാവും. ഈ 2 മണിക്കൂർ വെറുതെ കളയാതെ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ഈ സാധനം സ്പോട്ടിഫൈ തുറന്നിട്ട് അവിടെ ഇട്ട് കഴിഞ്ഞാൽ, റേഡിയോ പോലെ ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഈ സാധനം ഇങ്ങനെ നെക്സ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും പ്രൊഡക്റ്റീവ് ഡ്രൈവിംഗ് ടൈം അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്കിത് കേട്ടുകൊണ്ടിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു എഫക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പോട്ടിഫൈയിലെ മറ്റേ പോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അത് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൽ ആക്സസ് ചെയ്യാനുള്ള ലിങ്ക് താഴെ അയച്ചു തരാം. അപ്പോൾ എല്ലാവരും എന്നെ എപ്പോഴും കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഡെയിലി അതിൽ അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബ് ചാനലിൽ വീഡിയോസ് വരും. അത് സാഹചര്യങ്ങൾ ഒക്കുമ്പോൾ മാത്രമേ യൂട്യൂബിൽ വീഡിയോ ഇടാൻ പറ്റുള്ളൂ.
അപ്പം ഡെയിലി ഉള്ള ഒരു ലിസണിങ്, നിങ്ങൾക്ക് രാവിലെ എന്നും അല്ലെങ്കിൽ ഡെയിലി നമ്മുടെ ഒരു വോയിസ് അല്ലെങ്കിൽ പുതിയൊരു ആശയം കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. നമുക്ക് ഉറപ്പാണ്, എപ്പോഴും ഇങ്ങനെ കമൻറ്റ് ഇടുന്നവരുണ്ട്. കാരണം പലപ്പോഴും ആ ഒരു എന്താണ് പറയുക, വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഇങ്ങനെ കമൻറ്റ് വരുന്നതാണ്. അപ്പോൾ അങ്ങനത്തെവർക്കൊക്കെ ഒരു എൻ്റെ അവിടെയും കൂടി ഒരു കണ്ണുണ്ടാവുക. സ്പോട്ടിഫൈയിൽ എന്താണ് പുതുതായിട്ട് വരുന്നത് എന്നുള്ളൊരു കണ്ണുണ്ടാവുക. യൂട്യൂബിൽ വരുമ്പോൾ യൂട്യൂബിലും കാണുക. സ്പോട്ടിഫൈ ഷോർട്ട് ആയിരിക്കും, യൂട്യൂബ് ലോങ് ആയിരിക്കും. ഞാൻ ചിലപ്പോൾ അവിടെ ഒരു കഥയായിരിക്കും പറയാം, അതിൻ്റെ ഫുൾ ഡിസ്ക്രിപ്ഷൻ 10-15 മിനിറ്റിലാണ് യൂട്യൂബിൽ പറയാം. അപ്പം അൾട്ടിമേറ്റ്ലി എൻ്റെ പ്രൊഡക്റ്റ് വരുന്നത് യൂട്യൂബിലാണെങ്കിലും ക്വിക്ക് പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ക്വിക്ക് ആശയങ്ങൾ വരുന്നത്, അതിൻ്റെ ഡ്രാഫ്റ്റ് വരുന്നത് സ്പോട്ടിഫൈയിലാണ്. അപ്പോൾ എല്ലാവരെയും നമ്മുടെ ലേസർ ഫോക്കസ് എന്ന് പറയുന്ന സ്പോട്ടിഫൈ ചാനലിലേക്ക്, പോഡ്കാസ്റ്റ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പൊളിക്കാം. അതുപോലെ തന്നെ ഓരോ ആശയങ്ങളെക്കുറിച്ച് സംസാരിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ അത് യൂട്യൂബിൽ അല്ലെങ്കിൽ പോഡ്കാസ്റ്റിൽ നിങ്ങൾക്ക് കമൻ്റ് ഇടാം. അപ്പോൾ അത് വായിച്ചിട്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒബ്സർവേഷൻസ് ഒക്കെ ചെയ്തിട്ട്, റിസർച്ച് ഒക്കെ ചെയ്തിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷങ്ങൾ. പുതിയ ആശയങ്ങളും പുതിയ ഒബ്സർവേഷനുകളും പുതിയ ചിന്തകളൊക്കെയുമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.